വിവോ Y73 സ്റ്റൈലിഷ് ആയ ഒരു ഫോണാണ് അല്ലെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കാണുമ്പോൾ? നല്ല സ്റ്റൈലിഷ് ആയ വളരെ ലൈറ്റ് വെയിറ്റ് സ്ലിം 64 മെഗാ പിക്സൽ ക്യാമറയുമായിട്ട് വരുന്ന ഒരു കിടിലൻ വിവോ ഫോണാണ് വിവോ Y73. ഇന്ന് ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ നരവിട്ടു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് ഇന്ന് അൺബോക്സിംഗ് ആണ് Y73യുടെ. നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം, എന്നിട്ടാവാം ബാക്കി കാര്യം. അപ്പൊ ഇതാണ് വിവോ Y73യുടെ ബോക്സ്. ഒരു ബ്ലൂ വൈറ്റ് കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ആ ബോക്സിന്റെ മുഖത്തൊരു ചെറിയ ടെക്സ്ചർ പോലെ ഉണ്ട് ആ ബ്ലൂ ഏരിയയിൽ. ഇത് തന്നെയാണ് ഫോണിന്റെ പുറകിലും വരുന്ന ടെക്സ്ചർ എന്നാണ് കേട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. 8GB RAM 128GB സ്റ്റോറേജ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ പുറകിൽ നമുക്ക് സാർ വാല്യൂയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. 0.72 ആണ് ഹെഡ് സാർ വാല്യൂ. ബോഡി സാർ വാല്യൂ ആണെങ്കിൽ 0.48 ആണ്. സോ ഒരു ഗുഡ് സാർ വാല്യൂ ലെവലും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു ചെറിയ ബോക്സ്. ഇനി ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൺ മാറ്റി വെക്കാം. ചാർജറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ചാർജർ 33 വാട്ടിന്റെ ചാർജറാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. ടൈപ്പ് സി കേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇയർഫോണും അതിന്റെ കൂടെ വരുന്നുണ്ട്. സോ ഇയർഫോൺ അടക്കമുള്ള ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ സ്ക്രീൻ ഗാർഡൊക്കെ പ്രീ അപ്ലൈഡ് ആണെന്ന് തോന്നുന്നു. കാരണം ഇവരെല്ലാം ഫുൾ പാക്കാണ് വിവോ പൊതുവെ തരാറുള്ളത്. നമുക്കിതൊക്കെ മാറ്റി വെച്ചിട്ട് ഫോൺ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം വിവോ Y73. എന്തായാലും വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് ഫോൺ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആണെന്ന് നമുക്ക് കയ്യിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ വിവോ Y73 നിങ്ങൾക്ക് ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ കാണാം. വളരെ സ്റ്റൈലിഷ് ആയ, വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ്. കയ്യിൽ പിടിക്കുമ്പോൾ ഫെദർ ലൈറ്റ് എന്ന് പറയാവുന്ന തരത്തിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഒരു സംഗതിയാണ്. സോ ഒരു സ്റ്റൈൽ, മൈ സ്റ്റൈൽ എന്നൊക്കെ പറയാം. കാരണം എനിക്ക് എപ്പോഴും ഞാൻ ഫോണുകൾ റിവ്യൂ ചെയ്യുമ്പോൾ പറയാറുണ്ട് ലൈറ്റ് വെയിറ്റ്. ഭയങ്കര ഹെവി ഫോണുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ലൈറ്റ് വെയിറ്റ്, കംഫർട്ടബിൾ. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഇവിടെ വൈഫിനായാലും എല്ലാവർക്കും വളരെ സ്ലിം ലൈറ്റ് വെയിറ്റ് ഫോണുകളോടാണ് താല്പര്യം. സോ ദിസ് ഇസ് മൈ സ്റ്റൈൽ എന്ന് ധൈര്യമായിട്ട് എനിക്ക് പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഡിസൈൻ, വളരെ കംഫർട്ടബിൾ ആയ ലുക്ക്. നിങ്ങൾക്ക് ഇവിടെ കാണാം എത്രത്തോളം സ്ലിം ആണെന്നുള്ളത്. 7.38 mm മാത്രമാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 170 ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത്. സോ ആ കാര്യത്തിന് ഒരു കൺഫ്യൂഷനും വേണ്ട. വളരെ കംഫർട്ടബിൾ ആയ ഡിസൈൻ. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സൈഡ് ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5 mm ഹെഡ്ഫോൺ ജാക്ക് അടക്കമാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ഉണ്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ആണുള്ളത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം റോക്കേഴ്സും വരുന്നു. റിയർ സൈഡിലാണെങ്കിൽ നമുക്ക് വിവോ ബ്രാൻഡിങ്, ഗ്ലാസ് ഡിസൈൻ ആണ് വരുന്നത്. പക്ഷെ ഒരു മാറ്റ് ഫിനിഷ് പോലെയാണ് കാണുന്നത്. മാറ്റ് ഫിനിഷ് അല്ല, ബട്ട് ഒരു എജി ഗ്ലാസ് എന്നാണ് അവർ പറയുന്നത്. വളരെ ഫിംഗർ പ്രിന്റ് ഒന്നും വലിയ രീതിയിൽ അങ്ങനെ പിടിക്കാത്ത തരത്തിലുള്ള ഒരു ഗ്ലാസ് ഡിസൈൻ. ശരിയാണ് തന്നെ. നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴും അങ്ങനെ ഭയങ്കരമായിട്ട് സ്മഡ്ജസ് പിടിക്കുന്ന ഒരു അവസ്ഥയൊന്നും കണ്ടില്ല. ക്യാമറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരു നോച്ചിനകത്താണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 6.44 ഇഞ്ചാണ് ഇതിന്റെ ഡിസ്പ്ലേ. ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ആണ്. സോ ഓവറോൾ ഒരു ഗുഡ് ഡിവൈസിന് വേണ്ടുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. മൊത്തത്തിൽ ലൈറ്റ് വെയിറ്റ്, കംഫർട്ടബിളും കൂടി ചേരുമ്പോൾ ഒരു ഗുഡ് സ്റ്റൈലിഷ് ഡിവൈസ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. 2 കളറിലാണ് ഈ ഫോൺ വരുന്നത്. ഡയമണ്ട് ഫ്ലെയർ എന്ന് പറയുന്ന ഒരു കളറും അതേപോലെ തന്നെ റോമൻ ബ്ലാക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് വേരിയന്റ് ആണ്. പൊതുവേ നമുക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ വന്നപ്പോഴും നമ്മൾ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്തു. ഞാൻ എന്തായാലും ഓക്കെയാണ്, വളരെ ഹാപ്പിയാണ് ഇതിന്റെ ഡിസൈനിന്റെ കാര്യത്തിൽ. എന്തായാലും ഇനി ഇതിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. ഇമേജ് സാമ്പിളുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് ഒരു വിവോ ഫോൺ, ക്യാമറ ഫോൺ. വിവോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാമറ സെൻട്രിക് ഫോണുകൾ തന്നെയാണ്. ബട്ട് ഇത് Y സീരീസ് ആണ്. Y സീരീസിന്റെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ക്യാമറ ലെവൽ എത്രത്തോളം അപ്ഗ്രേഡഡ് ആണെന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കാം. സോ മെയിൻ ക്യാമറ ഇമേജുകളാണ് നമ്മളിവിടെ കുറച്ച് സാമ്പിളുകളൊക്കെ കാണുന്നത്. ഇനി ഇതിന്റെ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹായ്, ഇത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട് വീഡിയോ ക്വാളിറ്റി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സോ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ഒരു വീഡിയോ എടുത്താൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും കിട്ടുക. സ്റ്റെബിലൈസേഷൻ കൂടി നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ സ്റ്റെബിലൈസേഷൻ ലെവൽ. സോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ സ്റ്റെബിലൈസേഷൻ. ഇത് അൾട്രാ സ്റ്റഡി മോഡ് എനേബിൾ ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പാണ്. അൾട്രാ സ്റ്റഡി മോഡാണ്. ഇപ്പോൾ പക്ക സ്റ്റേബിൾ ആയിരിക്കുന്നതാണ് പറയുന്നത്. നേരത്തെ കണ്ടതിനേക്കാൾ മികച്ച സ്റ്റെബിലൈസേഷനാണ്. സോ അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കും. ഇത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ്? നിങ്ങൾക്കൊരു നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഷെയർ ചെയ്യണേ. സോ ഇത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് വിഷ്വൽ ക്വാളിറ്റിയാണ്. നമുക്കിതിൻ്റെ സ്റ്റെബിലൈസേഷൻ കൂടി ഒന്ന് നോക്കാം.
ഇത് 4Kയുടെ ഒരു സ്റ്റെബിലൈസേഷൻ ടെസ്റ്റാണ്. എങ്ങനെയുണ്ട് സ്റ്റെബിലൈസേഷൻ ലെവൽ? ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്റ്റെബിലൈസേഷൻ. ഇനി നമുക്ക് സെൽഫി ക്യാമറ നോക്കാം. സെൽഫിക്കും വിവോ ഒട്ടും മോശമല്ല. സെൽഫി ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയ ഫീച്ചേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ഡുവൽ വീഡിയോ റെക്കോർഡിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യും. ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുപോലെ തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ ഒരേ സമയം യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളിവിടെ കാണുന്ന പോലുള്ള ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക. ഇനി ലോ ലൈറ്റ് പെർഫോമൻസിലേക്ക് വന്നാൽ എങ്ങനെയുണ്ടെന്ന് അറിയാമെങ്കിൽ ഈ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറയുടെ സാമ്പിളുകളാണ്. എങ്ങനെയുണ്ട് ലോ ലൈറ്റ് പെർഫോമൻസ്? നൈറ്റ് മോഡും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിടിലൻ സെൽഫികളും കിടിലൻ മെയിൻ ക്യാമറ ഇമേജുകളും എടുക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ കണ്ട ഈ മെയിൻ ക്യാമറ സെൽഫി ഇമേജുകളെല്ലാം നോർമൽ ക്യാമറ ഇമേജുകളാണ്. നമുക്ക് നൈറ്റ് മോഡ് യൂസ് ചെയ്ത് നോക്കാം. മെയിൻ ക്യാമറയുടെ നൈറ്റ് മോഡ് ഉപയോഗിക്കുമ്പോൾ ഒരു റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. എങ്ങനെയുണ്ട് നൈറ്റ് മോഡ് ഉപയോഗിക്കുമ്പോൾ? ഓവറോൾ ഗുഡ് ക്വാളിറ്റിയാണ്. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ ഫ്രണ്ട് ക്യാമറ നോക്കി കഴിഞ്ഞാൽ സൂപ്പർ നൈറ്റ് സെൽഫി എന്ന് പറയുന്ന നൈറ്റ് സെൽഫിക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള നൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലെ? നല്ല ക്വാളിറ്റിയാണ് എന്തായാലും. ഓവറോൾ ഇതാണ് ഇതിന്റെ ഡേ ആൻഡ് നൈറ്റ് സിറ്റുവേഷനിലെ ക്യാമറയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രൊസസറിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ G95 എന്ന പ്രൊസസറാണ്. മുൻപത്തെ വെർഷനെ അപേക്ഷിച്ച് ഒരു 46% ഒക്കെയാണ് G95ന്റെ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വിവോ ഫോണാണ്. സോ അതിനകത്ത് നമുക്ക് ഈ ഒരു പ്രൊസസർ കിട്ടുന്നു. റാം സ്റ്റോറേജ് നോക്കി കഴിഞ്ഞാൽ 8GB റാം, 128GB സ്റ്റോറേജ് ആണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട്. 2 സിം മെമ്മറി കാർഡൊക്കെ വേണമെങ്കിൽ ഇനിയും കൂടുതൽ സ്റ്റോറേജ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 8GB റാം എന്ന് പറയുമ്പോൾ തന്നെ 3GB റാം എക്സ്ട്രാ കൂടി ആഡ് ചെയ്തുകൊണ്ട്, അതായത് സ്റ്റോറേജിന് എടുത്ത് ആ ഒരു എക്സ്റ്റെൻഡഡ് റാം ഫീച്ചർ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. സോ കൂടുതൽ റാമിൻ്റെതായ ഒരു ഗുണവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഗെയിം ടർബോ മോഡും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് ഗെയിമിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. G95 എന്ന പ്രൊസസറിനെ നമുക്കറിയാം, അത്യാവശ്യം ഒരു മിഡ് റേഞ്ചിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ കണ്ടുവരുന്ന ഒരു പ്രൊസസറാണ്. യാതൊരു ഇഷ്യൂസും ഇല്ലാതെ നമുക്കൊരു അത്യാവശ്യം PUBG ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഈ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ലെവലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് തരുന്നതായിരിക്കും. വിവോ ഫോണുകൾ എപ്പോഴും പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഘടകത്തെക്കാൾ ഉപരി നമുക്ക് അതിന്റെ സ്റ്റൈലും ഡിസൈനും ക്യാമറയും ഒക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. റാം കൂടുതലുള്ളത് കൊണ്ട് തന്നെ വിവോ ഫോണുകൾ ലാഗ് ആവുന്ന ഒരു അവസ്ഥ വരാറുമില്ല. സോ എന്തായാലും ഈ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഇതിന്റെ ഗെയിമിംഗ് സെക്ഷനിലൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി 4000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. 61% ബാറ്ററിയൊക്കെ ഒരു 30 മിനിറ്റ് കൊണ്ട് ചാർജ് ആവുമെന്നാണ് നമ്മുടെ കമ്പനി അവകാശപ്പെടുന്നത്. ബാറ്ററി ലൈഫും കാര്യങ്ങളും ഒക്കെ 4000 mAh ബാറ്ററിയാണ്. സോ നോർമലി ഒരു ദിവസമൊക്കെ കടന്നുകൂടാൻ വേണ്ടുന്ന ഒരു നല്ല ബാറ്ററി ലൈഫ് ഈ ഒരു ഫോൺ തരേണ്ടതാണ്. ഒരു ഡിസ്പ്ലേയും കൂടിയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിന്റെ UIയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ UI തന്നെയാണ്. ഫണ്ട് ചോയ്സ് ഇപ്പോൾ വളരെ ഡീസന്റ് ആയ ഒരു അവസ്ഥയിലാണ് ഉള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് അപ്ഗ്രേഡഡ് ആണ്. ഒരുപാട് ഇംപ്രൂവ്ഡ് ആയ നല്ലൊരു UI ആണ്. ഈവൻ മുമ്പ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗുഡ് ലെവലുള്ള UI ആണ് ഫണ്ട് ചോയ്സ്. അതിന്റെ ഒപ്പം തന്നെ Android 11 ബേസ്ഡ് ആണ് വരുന്നത്. സോ ലേറ്റസ്റ്റ് ആയ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിന്റെ UIയുടെ ഭാഗത്തും വരുന്നുണ്ട്. പിന്നെ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറ ടു API ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ആണ് വരുന്നത്. ലെവൽ 3 ബട്ട് ഫുൾ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങൾ, OTG സപ്പോർട്ട് പോലുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസറിന്റെയും മറ്റും പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. അതിന്റെ പെർഫോമൻസ് നിങ്ങൾ ഈ കാണുന്ന തരത്തിലാണ്. വളരെ ഡീസന്റ് ആയ ഒരു പെർഫോമൻസ് ലെവലൊക്കെ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസ് കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ ഡീസന്റ് ആയ ഫാസ്റ്റ് ആയ ഒരു ഫേസ് അൺലോക്ക് സംവിധാനമൊക്കെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. സോ ഓവറോൾ ഈ ഒരു ഫോണിന്റെ റിവ്യൂ നമ്മൾ ചെയ്ത് വരുമ്പോഴും നമുക്ക് ഇതിന്റെ പ്രൈസ് അറിയില്ല. പ്രൈസ് അടുത്ത ദിവസം അത് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം. ആ പ്രൈസ് കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജഡ്ജ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ഫോൺ? നിങ്ങൾക്ക് ഫോൺ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. സോ വിവോ Y73 എന്ന ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.